ഓരോ ആളുകളോട് അസുഖം കളിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു റിസ്ക് എടുക്കാം എന്നുള്ളതാണ് ഇഷ്ടം. അതായത് ചിന്തയെ, ശിരസിനെ രണ്ടായി ഭാഗത്ത് ഒരേ സമയം രണ്ടുപേരുടെയും മനസ്സിലുള്ള പേരുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. പക്ഷെ അതിന് എനിക്ക് നിങ്ങളുടെ ഈ ഗൗരവമുള്ള നിശബ്ദതയല്ല, സ്നേഹം നിറഞ്ഞ കയ്യടി ഉണ്ടാകണം കൂട്ടി. റെഡി? യെസ് ഓർ നോ പറയണം. ഓറെന്ന് പറയുന്നത് ആദ്യത്തെ 10 ചോദ്യങ്ങൾക്ക് യാഗം എന്നാണ് പറയേണ്ടത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കാണുന്നത് പോലെയല്ല, ഒരേ സമയം രണ്ടും ചോദിക്കുകയാണ്. ഇത് വെറും യാഗമല്ല, കലയെയും സംസ്കാരത്തെയും കരുത്തിനെയും പുരോഗമന ചിന്താധാരകളെയും നെഞ്ചേറ്റി പിടിക്കുന്ന ചെങ്ങന്നൂരിലെ സർവ്വ മനുഷ്യരോടുമുള്ള ചെങ്ങന്നൂർ പെരുമാ എന്ന ഈ മഹോത്സവത്തിന്റെ പെരുമയോടുള്ള സ്നേഹയാഗം. എന്താ പേരെന്താ വിചാരിച്ചല്ല, നിങ്ങളുടെ പേരെന്താ? നീനു. അപ്പൊ നീനു ആദ്യം പറയട്ടെ, അതിന് സജീവ് അല്ലേ? നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയല്ലേ? ആദ്യം സ്ത്രീകളുടേതാണ് അല്ലേ? പുരുഷൻ രണ്ടാളുകൾ തന്നെയാണല്ലോ വിചാരിച്ചത്. സർ, ഇവർ രണ്ടുപേരും ആണ് ഉറപ്പാണ്. ജീവിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ പറയണ്ട. ആദ്യം ഒരാൾ പറഞ്ഞിട്ട് പറയാം. ഏത് ഓർഡർ? ഒരു ഓർഡർ കിട്ടിയോ? ഏതാണ്? യെസ് നോ. യെസ് നോ അല്ലേ? ഇന്ത്യൻ? യെസ് നോ യെസ് 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 യെസ്. മലയാളി? രാഷ്ട്രീയം, കലാ, സാഹിത്യം, ആദ്യം പറഞ്ഞിട്ട് ആ ഓർഡർ കിട്ടിയോ? രാഷ്ട്രീയം, കലാ, സാഹിത്യം, ഇതിലൊന്നാണ് പ്രധാനം. അത് പറയണ്ട. യെസ് ഓർ നോ? രാഷ്ട്രീയമാണോ ഇവിടെ? ജീവിച്ചിരിപ്പുണ്ടോ? എന്താണ് പറഞ്ഞത്? താങ്കൾ എന്താ പറഞ്ഞത്? ഇല്ല. പുരോഗമന രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം. മന്ത്രിയായിട്ടുണ്ടോ? മന്ത്രിയായോ? മന്ത്രിയായിട്ടില്ല. ഇല്ല, മന്ത്രിയായിട്ടില്ല. താങ്കൾ ആദ്യം വിചാരിച്ചാൽ മന്ത്രിയായിട്ടുണ്ടോ? ഉണ്ട്. ഒന്നാം മന്ത്രിയായിട്ട് ഇദ്ദേഹം മന്ത്രിയായിട്ടില്ല. MLA ആയിട്ടുണ്ടോ? ജീവിച്ചിരിക്കുന്നല്ലേ പറഞ്ഞത്. താങ്കൾ വിചാരിച്ച വ്യക്തി മേഖലയിൽ, വാണിജ്യശാലകളുടെ മേഖലയിൽ മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ സംഭാവനകൾ നൽകിയ ഒരാളാണ്. താങ്കൾ വിചാരിച്ച വ്യക്തി 2000-ന് ശേഷമാണോ മരിച്ചത്? ആലപ്പുഴ? മന്ത്രി ആയിട്ടില്ല എന്നാണ് തിരുത്തിയത്. പക്ഷെ MLA എന്ന ഉപരിയായ പദവിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ? യെസ് ഓർ നോ? അവസാന ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സിലെ ജനങ്ങളെ പോലെ തന്നെ ഈ നാട്ടിലുള്ള സർവ്വ മനുഷ്യരും അവരുടെ ഹൃദയത്തിൽ ജാതി, മത, രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് പോലും അപ്പുറത്ത് താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, സഹോദരൻ എന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണോ താങ്കളുടെ മനസ്സിൽ? താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് ദ ഫസ്റ്റ് എന്ന് പറയാവുന്ന ഏതെങ്കിലും അംഗീകാരമുണ്ടോ? അന്ന് വിചാരിച്ചത് സ്വാഭാവികമായും കേരളത്തിൽ ആദരണീയനായ സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രിയും ചെങ്ങന്നൂരിലെ ഏറ്റവും പ്രിയങ്കരനായ ജനനായകനുമായ ശ്രീ സതീശ് ചെറിയാനെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ നിങ്ങൾക്ക് കരഘോഷം നിർണ്ണയിക്കില്ല. താങ്കളോടുള്ള എന്റെ ഏറ്റവും നിർണായകമായ ചോദ്യം, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സതീഷ് ചെറിയാൻ ഏകദേശം ഒരു 6-7 മണിക്കൂറുകൾക്ക് മുമ്പ് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരുന്ന എവിടെയെങ്കിലും ചിത്രമെടുക്കുവാൻ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ?
ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ഞാനൊരു മുഖപുസ്തകത്തിന്റെ കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ എടുത്ത ഫോട്ടോകൾ, ആ ഫോട്ടോ അദ്ദേഹം എടുത്തത് കേരള നിയമസഭയുടെ ഹാളിൽ, വിശാലമായ ഹാളിലാണ്. ആ വിശാലമായ ഹാളിന് പേര് ലഭിച്ചത് ചെന്നൈയിൽ നിന്നും 1957 ആദ്യത്തെ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഇടതുപക്ഷത്തിന് തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സ്പീക്കറായി മാറിയ ആർ ശങ്കരനാരായണ തമ്പിയുടെ പേരിലുള്ള ഹാളിലാണ്. രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഒപ്പം